സർവേഷാം കൃതേ നമസ്കാരഃ. ഇന്ന് പഞ്ചമി വിഭക്തിയിലുള്ള ഒരർത്ഥം എങ്ങനെയാണ് പാണിനി പറയുന്നത് എന്ന് നമുക്ക് സൂത്രത്തിലൂടെ മനസ്സിലാക്കാം. അങ്ങനെ പഞ്ചമി അർത്ഥത്തിലുള്ള സൂത്രമാണ് ധ്രുവമപായേ പാദാനം. ഇതാണ് സൂത്രം. ധ്രുവം അപായേ അപാദാനം. അതിന് സന്ധി ചേർന്ന് എഴുതിയിരിക്കുകയാണ് ധ്രുവമപായേ പാദാനം എന്നത്. ആ സൂത്രത്തിൻ്റെ വിശദീകരണം അപായോ വിശ്ലേഷഃ. അപായം എന്ന് പറഞ്ഞാൽ വിശ്ലേഷമാണ് എന്ന് പറഞ്ഞാൽ വേർപാട് എന്നാണ് അർത്ഥം. തസ്മിൻ സാധ്യേ യദ്ധ്രുവമവധിഭൂതം കാരകം തദപാദാനസപ്ഞം സ്യാദ്. തസ്മിൻ സാധ്യേ യദ് ധ്രുവം അവധിഭൂതം കാരകം തദ് അപാദാനസപ്ഞം സ്യാദ്. ഇതാണ് പദച്ഛേദം ചെയ്തിട്ടുള്ള ഭാഗം. തസ്മിൻ സാധ്യേ എന്ന് പറഞ്ഞാൽ വേർപാട് സംഭവിച്ചിരിക്കുമ്പോൾ, യദ്ധ്രുവം അവധിഭൂതം ഏതാണോ സ്ഥിരമായി നിൽക്കുന്നത്, ആ കാരകം അല്ലെങ്കിൽ ആ പദം അപാദാന സംജ്ഞയിലാകും. ഓക്കെ, വേർപാട് സംഭവിച്ചിരിക്കുന്ന സമയത്ത് അവിടെ സ്ഥിരമായി നിൽക്കുന്ന വസ്തു എന്താണോ ആ പദം അല്ലെങ്കിൽ ആ വസ്തു പഞ്ചമി ആയിരിക്കും. അത് അപാദാനം ആയിരിക്കും. ഓക്കെ, അപാദാനം എന്ന് പറഞ്ഞാൽ പഞ്ചമി തന്നെയാണ്. അതിന് സൂത്രം അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വേർപാട് സ്ഥിരമായി നിൽക്കുന്നത് എന്നെല്ലാം നമുക്ക് ഉദാഹരണത്തിലൂടെ നമുക്ക് വ്യക്തമാകും. ഓക്കെ, ഇനി അടുത്തൊരു സൂത്രമാണ് എന്താണ്? അപാദാനം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപാദാനം പഞ്ചമിയിൽ ആണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സൂത്രമാണ് അപാദാനേ പഞ്ചമി എന്ന് പാണിനി മഹർഷി സൂത്രത്തിലൂടെ പറയുന്നു. അപാദാനം വന്നു കഴിഞ്ഞാൽ അത് പഞ്ചമിയാണ്. ക്ലിയർ ആണല്ലോ. ഇവിടെ ഒരേ ഒരു അർത്ഥം മാത്രമേ മഹർഷി വിശദീകരിക്കുന്നുള്ളൂ. ഓക്കെ, അതാണ് വേർപാട്. വേർപാടിൽ സ്ഥിരമായി നിൽക്കുന്ന വസ്തു അത് അപാദാനമാണ്. ഓക്കെ, ഇനി ഉദാഹരണം. ആദ്യത്തെ ഉദാഹരണം, കൃഷകഃ ഗ്രാമാത് ആയാതി. കർഷകൻ ഗ്രാമത്തിൽ നിന്നും വരുന്നു. ഇതാണ് അർത്ഥം ആ വാക്യത്തിൻ്റെ. ഇവിടെ എവിടെയാണ് വേർപാട്? നമുക്ക് വേർപാട് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അർത്ഥമേ നമുക്കറിയുള്ളൂ, പിരിഞ്ഞ് ജീവിക്കുക എന്നൊരർത്ഥം. പക്ഷെ അതിനേക്കാൾ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് നോക്കാം. കൃഷകഃ ഗ്രാമാത് ആയാതി. ഗ്രാമത്തിൽ നിന്നും വരുന്നു. ഇവിടെ നോക്കൂ, ഗ്രാമാത് ആയാതി എന്നാണ്. ഗ്രാമത്തിൽ നിന്നും വരുന്നു. വരുന്നു എന്ന വേർപാട് സംഭവിക്കുന്നത് ഗ്രാമത്തിൽ നിന്നുമാണ് അല്ലേ. അങ്ങനെ വേർപാട് സംഭവിക്കുമ്പോൾ ഗ്രാമത്തിനെ കൂടെ കൂട്ടുന്നില്ല. ഗ്രാമം
അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടെ തന്നെ നിൽക്കുന്ന, സ്ഥിരമായി നിൽക്കുന്ന അവധിഭൂതം പദം അപാദാനമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഗ്രാമാത് എന്ന പദമാണ് അവധിഭൂതം. ക്ലിയർ ആണല്ലോ? വേർപാട് സംഭവിക്കുന്നത് എവിടെ നിന്നാണോ ആ പദമാണ് അവധിഭൂതം. അതാണ് അപാദാനം എന്ന പേരിലും അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത ഉദാഹരണം. ഫലം വൃക്ഷാത് പതതി. ഫലം വൃക്ഷത്തിൽ നിന്ന് വീഴുന്നു. വൃക്ഷത്തിൽ നിന്ന് ഫലം വീഴുന്നു, അല്ലെങ്കിൽ ഫലം വൃക്ഷത്തിൽ നിന്ന് വീഴുന്നു, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ വീഴുന്നു എന്ന ക്രിയ സംഭവിക്കുന്നത് എവിടെ നിന്നാണ്? വൃക്ഷത്തിൽ നിന്നാണ്, അല്ലേ? വൃക്ഷത്തിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഫലം വീഴുമ്പോൾ വൃക്ഷത്തെയും കൂടെ കൂട്ടുന്നില്ല, അല്ലേ? അവിടെ വൃക്ഷം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അപാദാന പദം ഏതാണ്? വൃക്ഷാത്. അത് പഞ്ചമിയിലാണ്. പഞ്ചമിയാണ് അവിടെ രൂപം വരിക. ഓക്കെ, അടുത്ത ഉദാഹരണം. അശ്വപാലകഃ അശ്വാത് പതതി. അശ്വപാലകൻ അശ്വത്തിൽ നിന്ന്, കുതിരയിൽ നിന്ന് വീഴുന്നു. ഇവിടെയും വീഴുന്നു എന്ന ക്രിയ തന്നെയാണ്. ഈ വീഴുന്നു എന്ന വേർപാട് സംഭവിക്കുന്നത് കുതിരയിൽ നിന്നാണ്. അപ്പോൾ ഇദ്ദേഹം വീഴുമ്പോൾ കുതിരയും കൂടി വീഴുന്നില്ല, അല്ലേ? കുതിര അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ നിൽക്കുന്ന ആ പദം അപാദാനം. അങ്ങനെ നോക്കുമ്പോൾ അശ്വാത് എന്നതാണ് പഞ്ചമി വിഭക്തി അപാദാന പദം, അവധിഭൂതം പദം. ഓക്കെ, ഇനി മാതാ ഗൃഹാത് ആഗച്ഛതി. അമ്മ വീട്ടിൽ നിന്നും വരുന്നു. അമ്മ വീട്ടിൽ നിന്നും വരുന്നു, വീടിനെയും കൂടെ കൂട്ടുന്നില്ല, അല്ലേ? അപ്പോൾ അവിടെ വീട് എന്ന് സ്ഥിരമായി നിൽക്കുന്ന ആ പദമാണ് എന്താ? അപാദാനം. അതുകൊണ്ട് ആ പദം പഞ്ചമിയുടെ രൂപം ഗൃഹാത് എന്ന് പ്രാപിച്ചു. അതുപോലെ ആപ്പണാത് വസ്തൂനി ക്രീണാതി. കടയിൽ നിന്ന് വസ്തുക്കളെ വാങ്ങിക്കുന്നു. കടയിൽ നിന്ന് വസ്തുക്കളെ വാങ്ങിക്കുന്നു. അതിനോടൊപ്പം കടയെ നമ്മൾ വാങ്ങിക്കുന്നുണ്ടോ? വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. വസ്തുക്കളെ വാങ്ങിക്കുന്നു. എവിടെ നിന്ന്? കടയിൽ നിന്ന്. അപ്പോഴും ആ കട എന്ന പദം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആ പദം അവധിഭൂതമാണ്, പഞ്ചമിയാണ്. അതാണ് ആപ്പണാത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെ എന്താ പറയുക, വേർപാട് സംഭവിക്കുന്ന സമയത്ത് സ്ഥിരമായി നിൽക്കുന്ന വസ്തു ഏതാണോ അത് അപാദാനമാണ്, അപാദാന കാരകത്തിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം പുല്ലിംഗത്തിൻ്റെയും നപുംസകലിംഗത്തിൻ്റെയും പഞ്ചമി വിഭക്തിയുടെ രൂപങ്ങളാണ്. ഗ്രാമാത്, വൃക്ഷാത്, അശ്വാത്, ഗൃഹാത്, ആപ്പണാത്. ഇത് തന്നെ സ്ത്രീലിംഗത്തിലും ഉണ്ടാവും. നദ്യാഹ, സീതായാഹ, മാതുഹു എന്നിങ്ങനെ സ്ത്രീലിംഗത്തിലും വരാം. ആ സ്ത്രീലിംഗത്തിനനുസരിച്ചിട്ട് വാക്യങ്ങൾ നമുക്ക് നിർമ്മിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയണമെങ്കിൽ ശബ്ദരൂപങ്ങൾ നമ്മൾ പഠിച്ചേ മതിയാവും. ഓക്കെ, ഇത് പഞ്ചമി വിഭക്തിയുടെ ഒരേ ഒരു അർത്ഥം മാത്രമാണ്. സാധാരണമായിട്ട് 3 അർത്ഥങ്ങളാണ് പഞ്ചമി വിഭക്തിക്കുള്ളത്. പക്ഷെ പാണിനി മഹർഷി ഇവിടെ ഒരൊറ്റ അർത്ഥം മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ പഴയ ക്ലാസ്സുകളിൽ ഞാൻ പഞ്ചമി വിഭക്തിയുടെ 3 അർത്ഥങ്ങളിലുള്ള രൂപങ്ങൾ, വാക്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ഈ ക്ലാസ്സിൻ്റെ താഴെ ഞാൻ കൊടുക്കാം. ആവശ്യമുള്ളവർ പോയി കാണുക. ഓക്കെ, ധന്യവാദ.